Ummi's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് നോമ്പുതുറ സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അവക്കാഡോ കൊണ്ടാണ് ഈ ജ്യൂസ് റെഡിയാക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ഈ ജ്യൂസ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ജ്യൂസ് അടിക്കാൻ ഞാനിവിടെ നല്ല പഴുത്ത അവക്കാഡോ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അവക്കാഡോ 2 കളറിലുണ്ടാവും, നല്ല പച്ച കളറിലും ഉണ്ടാവും, പിന്നെ ഇതുപോലെ കുറച്ചൊന്ന് ബ്രൗൺ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നല്ല പഴുത്ത അവക്കാഡോ തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ച് നടുവിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അവക്കാഡോ എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് നടുവിലുള്ള ആ വലിയ കുരു ഒന്ന് എടുത്ത് മാറ്റുക. പിന്നെ ആ ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു പാടയും കൂടി ഒന്ന് സ്പൂൺ വെച്ച് എടുത്ത് മാറ്റാം. ഒരു നേരിയ പാടയാണിത്, പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് ഇതിൻ്റെ ഉൾഭാഗം നല്ല സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ബട്ടർ പോലെയാണ് ഇത് ഉൾഭാഗം ഉണ്ടാകുക. ബട്ടർ ഫ്രൂട്ട് എന്നും ഇതിനെ പറയാറുണ്ട്. എടുക്കാൻ നല്ല ഈസിയാണ്. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. നേരിയ തൊലിയാണ് ഇതിൻ്റെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ എടുക്കുക. അപ്പോൾ എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ആദ്യം നന്നായി അടിച്ചെടുക്കണം. അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഉണ്ടാവും ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ. കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിക്കരുത്. നമുക്ക് അടിഞ്ഞ് കിട്ടാനുള്ള തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ ജ്യൂസിൻ്റെ കട്ടി വേണ്ടത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൽ ആദ്യം തന്നെ ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പാല് എണ്ണ വിരിയും. അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ആദ്യം ഇത് അവക്കാഡോ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി തേങ്ങാപ്പാൽ ഇതുപോലെ മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. ഇതുപോലെ തവി വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായി മിക്സായി വരും. നല്ല വെണ്ണ പോലെ ഇത് ഉണ്ടാകുക. അപ്പം പെട്ടെന്ന് മിക്സായി വരും. ഇതിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു അവക്കാഡോന്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കട്ടി വേണ്ടത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നല്ല കട്ടി തേങ്ങാപ്പാലായിരിക്കണം, എന്നാലേ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ. ഞാനിപ്പോൾ ഇവിടെ നോമ്പ് തുറക്ക് ഉണ്ടാക്കുന്ന ജ്യൂസ് ആയതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പാൽപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ പാലൊഴിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ നല്ല ഹെൽത്തിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് പാലൊഴിച്ച ജ്യൂസൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള അവക്കാഡോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്